ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 18ാമത്തെ എപ്പിസോഡാണ്. ഗൈസ്, ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതിനെ കാണിക്കുന്നത് സ്കൂളിൽ വന്ന നമ്മുടെ ഇച്ചിഗോനെയാണ്. നമ്മുടെ ഇച്ചിഗോയും കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ക്ലാസ്സിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് റൂക്കി ഇരിക്കുന്ന സീറ്റിൽ ഇപ്പോൾ അവിടെ ആരുമില്ല. എല്ലാവരും സമ്മർ വെക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ റൂക്കിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഇതേ സമയത്താണ് നമ്മുടെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാക്കുന്നത് റൂക്കിയ ഈ ലോകത്തുനിന്ന് പോയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെ മൈൻഡിൽ നിന്നും റൂക്കിയെക്കുറിച്ചുള്ള മെമ്മറീസ് എല്ലാം റിലൈസ് ആയി. എന്നിട്ട് ഇച്ചിഗോൻ്റെ ക്ലാസ്സിലെ ലാസ്റ്റ് ഡേ അവിടെ വെച്ച് അവസാനിക്കുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോൻ്റെ ഫ്രണ്ടായിട്ടുള്ള കീഗോ വന്നിട്ട് നമ്മുടെ ഇച്ചിഗോനോട് പറയുകയാണ്, സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, നമുക്ക് എല്ലാവർക്കും ബീച്ചിൽ പോകാം. അവൻ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കൂട്ടുകാരും ഞങ്ങൾ വരുന്നില്ലെന്ന് പറയുന്നു. ഇത് നമ്മുടെ കീഗോയ്ക്ക് ഒരുപാടധികം വിഷമം വരുന്നു. എന്നാൽ മിസിറോ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ട്രിപ്പിന് പോകുന്നത് കൊണ്ട് തന്നെ തന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുന്നു, റൂക്കി ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഒരു കാര്യങ്ങൾക്കും മാറ്റമില്ല. ശരിക്കും സോൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെയല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെയായിരിക്കും നിൽക്കണം. അതായിരിക്കും ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നമ്മുടെ ഇച്ചിഗോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുറകിലോട്ട് നോക്കുന്ന സമയത്ത് അവൻ്റെ പുറകിൽ ഒറിഹിമി വന്ന് നിൽക്കുകയാണ്. എന്താണ് കാര്യമെന്ന് നമ്മുടെ ഇച്ചിഗോ ഒറിഹിമിനോട് ചോദിച്ച സമയത്ത് പറയുകയാണ്, റൂക്കി എങ്ങോട്ടാണ് പോയത് എന്ന് നമ്മുടെ ഒറിഹിമി ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ആർക്കും അവളെ ഇപ്പോൾ ഓർമ്മയില്ലാത്തത് എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ അങ്ങ് ഞെട്ടുകയാണ്. എന്നിട്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒറിഹിമിക്ക് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങ് വിശദീകരിച്ച് കൊടുക്കുകയാണ്. എന്ന് മുതലാണ് നിങ്ങനെയൊക്കെ എന്നെ കാണാൻ സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചേട്ടനും ഞാനും തമ്മിൽ നടന്ന ഇൻസിഡന്റ് ഉണ്ടല്ലോ, ആ ഇൻസിഡന്റ് മുതലാണ് എനിക്ക് നിന്നെ കാണാൻ സാധിച്ചതെന്ന് ഒറിഹിമി പറയാം. അത് മാത്രമല്ല, നീ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദി എന്ന് ഒറിഹിമി പറയാം. എന്നാൽ നമ്മുടെ റൂക്കി ആണെങ്കിൽ ഇപ്പം സോൾ സൊസൈറ്റിയിൽ ഫാമിലിയിൽ ഒരുപാടധികം സന്തോഷത്തിലായിരിക്കും എന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവളെ അവിടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ്. കാരണം അവൾ ഇപ്പോൾ അപകടത്തിലാണ്. അവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ റൂക്കിയെ മരണപ്പെടാം. ഇത് കേട്ട് നമ്മുടെ ഒറിഹിമി പറയുകയാണ്, അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും അവൾ അപകടത്തിലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവളെ രക്ഷിച്ചിരിക്കുമെന്ന് നമ്മുടെ ഒറിഹിമി പറയുകയാണ്. മനസ്സിൽ വിചാരിക്കുകയാണ്, റൂക്കിയ ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സഹായിച്ച ഒറിഹിമിയോട് നന്ദി പറയുകയാണ് നമ്മുടെ ഇച്ചിഗോ. എന്നിട്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ഓടിപ്പോകുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സാധു അങ്ങോട്ട് വരികയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ കാലത്ത് ഒറിഹിമി ഫ്യൂച്ച അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോൾ സൊസൈറ്റിയിൽ അവിടെ വെച്ച് നമ്മുടെ റെഞ്ചി ആണെങ്കിൽ റൂക്കിയെ കാണാൻ വേണ്ടി 6ാം ഡിവിഷനിലുള്ള ജയിലിലേക്ക് പോകുന്നു. ഇതേ സമയം തന്നെ ആ ജയിലിൻ്റെ അകത്തിൽ കയറിയ ബട്ടർഫ്ലൈനെ അവിടെ നിന്ന് പറത്തി വിടാൻ വേണ്ടി ആ ജയിലിൻ്റെ അകത്തിലുള്ള ഒരു സോൾ റിപ്പർ ശ്രമിക്കുക. ആ സമയത്ത് തന്നെ നമ്മുടെ റെഞ്ചി വന്നിട്ട് റൂക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ജയിലിൻ്റെ അകത്ത് ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ റൂക്കി ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്നും പറയും. എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാത്തത്? അതെനിക്ക് വിശക്കാത്തത് കൊണ്ടാണ്, ലെഫ്റ്റ് ഹാൻഡർ എന്ന് നമ്മുടെ റെഞ്ചിയോട് പറയുന്നു. ഞാൻ എപ്പോഴും ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് മാത്രമാണ് അവൾ എന്നെ അങ്ങനെ വിളിച്ച് കളിയാക്കുന്നതെന്ന് നമ്മുടെ റെഞ്ചി മനസ്സിൽ വിചാരിക്കും. നമ്മുടെ റെഞ്ചിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ റൂക്കി ആണെങ്കിൽ റെഞ്ചിനോട് ചോദിക്കുന്നു, ഞാൻ ശരിക്കും മരിക്കാൻ വേണ്ടി പോവുകയാണോ? അത് കേട്ട് നമ്മുടെ റെഞ്ചി, നിന്നെ പോലുള്ള ആൾക്കാർ ശരിക്കും മരിക്കണമെന്ന് പറഞ്ഞ് അവിടെ കിടന്നാലേക്ക്. അത് കേട്ട് റൂക്കിയ വിഷമത്തോടെ ശരിയാണെന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ റെഞ്ചി പറയുകയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ക്യാപ്റ്റൻ ബാക്കുയ നിന്നെ ഓർത്തിപ്പോൾ വിഷമിക്കുന്നുണ്ടായിരിക്കുമെന്നും നമ്മുടെ റെഞ്ചി പറയുന്നു. എന്നാൽ നമ്മുടെ റൂക്കി അത് ഒരിക്കലും നടക്കത്തില്ലെന്നും പറയുന്നു. അത് കേട്ടിട്ട് നമ്മുടെ റെഞ്ചി ഒന്ന് ഞെട്ടുകയാണ്. അയാൾ എന്നെ തീർച്ചയായിട്ടും കൊല്ലും. കാരണം അയാൾ ആരാണെന്നും അയാളുടെ സ്വഭാവവും എല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്കറിയാം. 40 വർഷം മുമ്പ് എന്നെ കുച്ചിക്കി ക്ലാനിലേക്ക് അഡോപ്റ്റ് ചെയ്ത ദിവസം മുതൽ ഇന്നേ വരെ അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു എന്ന് നമ്മുടെ റൂക്കിയ പറയുന്നു. ഇതേസമയം മറ്റൊരു സ്ഥലത്ത് അടച്ചിട്ടിരിക്കുന്ന നമ്മുടെ ഉരഹര ഷോപ്പാണ് കാണിക്കുന്നത്. രാത്രിയായിരുന്നു. ആ ഉരഹര ഷോപ്പിൻ്റെ അകത്തിലെ ഒരു കോണി കാണിക്കുന്നു. ആ കോണി വഴി താഴേക്ക് പോയി നോക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ഇച്ചിഗോനെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തന്നെ അവിടെ ഒരു വലിയൊരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ എപ്പോൾ ട്രെയിനിങ് തുടങ്ങുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഉരഹര അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിഗോൻ്റെ സോൾ റിപ്പർ ഫോം പുറത്തേക്ക് എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ചൂടാകുന്നു. എന്നാൽ ചൂടാകുന്ന സമയത്ത് തന്നെ ഇച്ചിഗോയ്ക്ക് ശ്വാസം ചെറുതായിട്ട് മുട്ടുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഉരഹര, നിനക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മുടെ ഇച്ചിഗോനോട് ചോദിക്കുന്നു. ബോഡിയിലുള്ള സോഡ് സീഡ് അതുപോലെ തന്നെ സോഡ് ചെയിൻ എല്ലാം നശിച്ചു പോയിരിക്കുന്നു. നീ ഇപ്പോൾ ഒരു സാധാരണ സോള് മാത്രമാണെന്ന് ഉരഹര പറയുന്നു. അതുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ സ്പിരിച്വൽ എനർജീസ് ഉണ്ടല്ലോ, അത് റീസ്റ്റോർ ചെയ്യണമെന്നും നമ്മുടെ ഉരഹര പറയുന്നു. ഇതിനായി ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഇച്ചിഗോ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു അങ്ങോട്ട് കടന്നു വരികയാണ്. നമ്പർ 1 എന്ന് പറയുന്നത് ഒരു
ഉരുവിനെ ഫൈറ്റിൽ തോപ്പിക്കുക എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഇച്ചിക്കോ പറയുന്നു, എനിക്കൊരിക്കലും ഒരു കുട്ടീനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. അന്നേരം ഉരഹര പറയുന്നു, നീ ഒരിക്കലും അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്നിട്ട് നമ്മുടെ ഉരഹരയാണെങ്കിൽ അവന് ഗ്ലൗസോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നു. അതിട്ടോ അല്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്നാണ് നമ്മുടെ ഉരഹര പറയുന്നത്. എന്നാൽ നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ അതൊന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ഒരു ഓടി വന്നിട്ട് അവിടെ ഒന്ന് പഞ്ച് ചെയ്ത സമയത്താണ് ഇച്ചിക്കോയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇച്ചിക്കോ ജസ്റ്റ് മിസ്സിനായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ ഇച്ചിക്കോ ഓടി ചെന്നിട്ട് ഹെഡ് ബാൻഡും ഗ്ലൗസും എല്ലാം എടുത്തിടുന്നാൽ അവളുടെ അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇച്ചിക്കോയ്ക്ക് നല്ല രീതിയിൽ പാടാണ്. പെട്ടെന്ന് തന്നെയാണ് ഇച്ചിക്കോയ്ക്ക് മനസ്സിലാക്കുന്നത് അവൻ ഇപ്പോൾ വേഗത്തിൽ ഓടാൻ പറ്റുന്നതിനുള്ള ഒരു കാര്യം. ഇച്ചിക്കോ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഉരുവിൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് മുറിയുന്നു. അത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ ഉരു ആണെങ്കിൽ അവളുടെ കാലുപയോഗിച്ചിട്ട് നമ്മുടെ ഇച്ചിക്കോനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ ആ അടിയുടെ ഫോഴ്സ് കാരണം ഒരു മതിലിൽ ചെന്ന് ഇടിക്കാൻ പോകുന്നു. എന്നാൽ നമ്മുടെ ടെസായി ഓടി ചെന്നിട്ട് നമ്മുടെ ഇച്ചിക്കോനെ തട്ടി ഉരഹര വന്നിട്ട് നമ്മുടെ ഉരുവിൻ്റെ കാലിൽ കയറി പിടിക്കുന്നു. ഇച്ചിക്കോ സേഫ് ആണോ എന്ന് ഉരഹര ചോദിക്കുന്നു. അന്നേരം ആണെന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ ആ ഫൈറ്റിൽ തോക്കുന്നു. നമ്മുടെ ഇച്ചിക്കോ പറയുന്നു, എനിക്കൊരു ചാൻസ് കൂടെ തന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ചെയ്തതെന്ന് നമ്മുടെ ഉരഹര പറയുന്നു. സോ ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിക്കോയ്ക്ക് എന്താണെന്ന് മനസ്സിലാവും. ഉരുവിനെ തോപ്പിക്കാൻ ഒരു സാധാരണ സോളിന് പറ്റത്തില്ലെന്നും പിന്നീട് ഞങ്ങൾ ഇവിടെ ശ്രമിച്ചത് നിന്റെ സ്പിരിച്വൽ എനർജി റീസ്റ്റോർ ചെയ്യാനാണെന്നും നമ്മുടെ ഉരഹര പറയുന്നു. അന്നേരമാണ് നമ്മുടെ ഇച്ചിക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അവനിപ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അന്നേരമാണ് നമ്മുടെ ഉരഹര പറഞ്ഞു കൊടുക്കുന്നത്, ഒരു സോൾ ഡേഞ്ചറസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അവരുടെ സ്പിരിച്വൽ എനർജി നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആകുന്നത്. സോ അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇച്ചിക്കോ, ഞാൻ അവളുടെ പഞ്ചിൽ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയാണ് എന്ന് നമ്മുടെ ഉരഹരയോട് ചോദിച്ചപ്പോൾ ഉരഹര പറഞ്ഞു, നീ തീർച്ചയായിട്ടും മരിച്ചു പോയനെ. ഇത് കേട്ട നമ്മുടെ ഇച്ചിക്കോ, ഇതെന്താണോ താൻ നേരത്തെ പറയാഞ്ഞെന്ന് നമ്മുടെ ഉരഹരയോട് ചോദിച്ചപ്പോൾ, നീ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് എനിക്ക് നിന്റെ മേലിൽ വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ ഉരഹര. നമ്മുടെ ഇച്ചിക്കോന്റെ സ്പിരിച്വൽ എനർജി റീസ്റ്റോർ ആകുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ടെസായി വന്നിട്ട് നമ്മുടെ ഇച്ചിക്കോന്റെ ചെയിൻ അങ്ങ് മുറിച്ച് കളയുകയാണ്. നമ്മുടെ ഇച്ചിക്കോ നല്ല രീതിയിൽ തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഉരഹര പറയുകയാണ്, നമുക്ക് ലെസൺ നമ്പർ 2 തുടങ്ങാം. സോ ഗൈസ്, ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഉറോയിച്ചി പൂച്ച നമുക്ക് സാധോയ്ക്കും അതുപോക്കിനെ ഓർക്കിമിക്കും അവർക്ക് കിട്ടിയ പവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ പൂച്ച എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നതെന്നാണ്. നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ സൊസൈറ്റിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഒരു പൂച്ച പറയുന്നത്. നമ്മുടെ സാധോ ഒരുഹിമയും ട്രെയിനിങ്ങിന് വേണ്ടി സമ്മതിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇഷിത ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ നിന്ന് ട്രെയിനിങ് ചെയ്യും. അതേസമയം തന്നെ അങ്ങോട്ട് സാധോ അതുപോലെ തന്നെ ഒരു ഹിമിയും വരുന്നു. നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചതെന്ന് നമ്മുടെ ഒരു ഹിമീനോട് ഇഷിത ചോദിച്ചപ്പോൾ ആ പൂച്ച വരികയാണെന്നും പറയുന്നു. ഇതേ സമയം തന്നെ യോയിച്ച്, നീ ഇപ്പം ട്രെയിനിങ് ചെയ്യുമല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഇഷിത എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതൊരു പൂച്ചയാണെന്ന് സംസാരിച്ചെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇഷിത നല്ല രീതിയിൽ തന്നെ അങ്ങ് പേടിക്കുന്നു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്? അങ്ങനെ അവർ കാര്യം പറയുന്നു. നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി സോൾ സൊസൈറ്റിയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവരുടെ കൂടെ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറയുന്നു. പിന്നെ എനിക്ക് റൂക്കിയോട് അതുപോലെ തന്നെ ഇച്ചിക്കോനോട് ഒരു കടപ്പാടുമില്ല, ഒരു സോൾ റിപ്പറിന്റെ മേൽ തോറ്റതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നതെന്നും നമ്മുടെ ഇഷിത പറയുന്നു. അത് കേട്ടിട്ട് ഒരുഹിമി ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നു. ഇതേ സമയം തന്നെ ഞങ്ങൾ നിന്റെ കൂട്ടാനെ ട്രെയിനിങ് ചെയ്യുകയാണ്, ഞങ്ങളുടെ ഉള്ളിലെ പവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് നമ്മുടെ ഒരുഹിമി പറയുന്നു. അങ്ങനെ നമ്മുടെ ഒരുഹിമി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്തോ ഒരു പെട്ടി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതങ്ങ് തുറക്കുകയാണ്. അത് തുറക്കുന്ന സമയത്ത് ഒരുപാടധികം പ്രകാശം അവിടെ അടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ്, സെൻസേ എൻ്റെ ട്രെയിനിങ് നിങ്ങൾ കാണുക, ഞാൻ പവർഫുൾ ആകുമെന്ന് നമ്മുടെ ഇഷിത പറയുകയാണ്. സോ പിന്നീടാണെങ്കിൽ നമ്മുടെ ഇച്ചിക്കോനാണ്. നമ്മുടെ ഇച്ചിക്കോനെ മണ്ടയ്ക്ക് ടെസായി കയറിയിരിക്കുകയാണ്. ഒരാളുടെ ചെയിൻ ബ്രേക്ക് ചെയ്താൽ അയാൾ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ മരിക്കുമെന്ന് നമ്മുടെ ഉരഹര പറയുന്നു. ഇച്ചിക്കോ മരിക്കുമെന്നാണ് അങ്ങേര് പറയുന്നതെന്ന് നമ്മുടെ ഇച്ചിക്കോയ്ക്ക് മനസ്സിലാവും. നിന്റെ ചെയിൻ്റെ അതിലെ ഓരോ കണ്ണിക ഇങ്ങനെ മാഞ്ഞു വരികയും അത് ഇല്ലാതായി കരിയാൻ നേരത്ത് നീ ഒരു ഹോളോ ആയിട്ട് മാറുമെന്നും നമ്മുടെ ഉരഹര പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഇച്ചിക്കോ ചോദിച്ചപ്പോൾ നമ്മുടെ ഉരഹര പറയുകയാണ്, നിനക്കൊരു ഹോളോ ആയിട്ട് മാറണമെങ്കിൽ നീ ഒരു സോൾ റിപ്പറായിട്ട് മാറും. അങ്ങനെ നീ ലെസൺ നമ്പർ 2 കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് നിന്റെ സോൾ റിപ്പർ പവർ തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ഉരഹര പറയുന്നു. അങ്ങനെ നമ്മുടെ ഇച്ചി കാണിക്കുള്ള ഒരു സോൾ റിപ്പറായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഉരഹര ഗോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടെസായും അതുപോലെ തന്നെ ഇച്ചിഗോയും എന്തോ ഒരു കുഴി പോലത്തെ ഒരു വലിയൊരു കേവിലേക്ക് താഴേക്ക് വീഴുന്നു. താഴെ വീണ് ഇച്ചിഗോ കൈയിലേക്ക് നോക്കുമ്പോൾ കൈയെല്ലാം കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അത് ടെസായുടെ ഒരു ടെക്നിക്കായിരുന്നു. ഇതേ സമയം തന്നെ മേളിൽ നിൽക്കുന്ന ഉരഹര നമ്മുടെ ഇച്ചിഗോനെ വിളിക്കുന്നു. നീ ഈ കേവിൻ്റെ അകത്തിൽ നിന്ന് മണ്ടയ്ക്ക് കയറി വന്നാൽ നിന്റെ സെക്കൻഡ് ലെസൺ കംപ്ലീറ്റ് ആകുമെന്ന് നമ്മുടെ ഇച്ചിഗോനോട് പറയും. എനിക്ക് കഴിയത്തില്ലെന്ന് നമ്മുടെ ഇച്ചിഗോ പറയുന്ന സമയത്ത് നിനക്ക് അധികം സമയമില്ലെന്ന് നമ്മുടെ ഉരഹര ഇച്ചിഗോനോട് പറയും. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ചെയിനിലോട്ട് നോക്കുന്ന സമയത്ത് അതിനൊരു സ്വയമായിട്ടൊരു പല്ലുണ്ട്. സോ ആ പല്ലുള്ള ചെയിൻ ആണെങ്കിൽ സ്വയമായിട്ട് എന്നെ കടിച്ച് നിന്നത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ ഒരുപാടധികം പേടിച്ച് അവിടെ കിടന്നാൽ എനിക്ക് ഇനി 22 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ, അതിനുള്ളിൽ നീ ഒരു സോൾ റിപ്പറായിട്ട് തിരിച്ച് മേളിൽ കയറി വന്നില്ലെങ്കിൽ എനിക്ക് തന്നെ നിന്നെ കൊന്നു കളയേണ്ടി വരുമെന്ന് നമ്മുടെ ഉരഹര പറയുന്നു. അവിടെ വെച്ച് ബ്ലീച്ചിൻ്റെ സീസൺ 1 അകത്തുള്ള 18ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗൈസ്, ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, നമ്മുടെ ചാനലിൽ ബ്ലീച്ച് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇടുന്നുണ്ട്.
സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ സാക്കുമോട്ടോ ഡേയ്സ് സോളോ ലെവലിംഗ് ഞാനിപ്പോൾ ആരും വേണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഞാൻ സോളോ ലെവലിംഗ് ചെയ്യുന്നില്ല. സാക്കുമോട്ടോ ഡേയ്സും അതുപോലെ തന്നെ ബ്ലീച്ചും അതുപോലെ തന്നെ സ്പൈക്സ് ഫാമിലി ഇത്ര ആനിമീസ് ആയിരിക്കും ഞാനിപ്പോൾ കറൻറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്.